ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വചനം തിരുവചനം എന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ വിടുതൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്: കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ ലഭിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ ലഭിക്കട്ടെ. ബന്ധനങ്ങൾ ഇല്ലാതാകട്ടെ. അപ്പോൾ ഈ അടുത്ത് ഞാൻ ഇങ്ങനെ ചിന്തിക്കാനിടയായി, എന്താണ് ഈ അടിമത്തം? പാപത്തിൻ്റെ അടിമത്തത്തെക്കുറിച്ച് പറയാറുണ്ട്, സാത്താൻ്റെ അടിമത്തത്തെക്കുറിച്ച് പറയാറുണ്ട്. എന്നാൽ വേറൊരു തരം അടിമത്തത്തെക്കുറിച്ച് നമുക്കിന്ന് വിചിന്തനം ചെയ്യാം. അടിമ എന്ന വാക്ക് ഞാൻ ആദ്യം കേൾക്കുന്നത് എൻ്റെ കുഞ്ഞുനാളിലാണ്. അമ്മയോടൊപ്പം അർത്തിങ്കൽ പള്ളി പെരുന്നാളിന് പോയപ്പോൾ അന്ന് അവിടെ 50 പൈസ കൊടുത്ത് രസീത് വാങ്ങിച്ച് വെളുത്തച്ഛൻ്റെ അടിമയിരിക്കൽ ചടങ്ങ്. അപ്പോൾ അവിടെ അർത്തിങ്കൽ പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ അടിമയായി കുഞ്ഞുനാളിൽ മാറിയിട്ടുള്ളൊരു വ്യക്തിയാണ്. പിന്നീട് വൈദികനായപ്പോൾ മാഹിപ്പള്ളിയിൽ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാളിന് പോയപ്പോൾ അനവധി പേര് വന്നു, അച്ഛാ അമ്മ ത്രേസ്യയുടെ അടിമയ്ക്കിരുത്തണമേ. അപ്പോൾ ഈ ഒരു മേഖലയിൽ ചിന്തിക്കുമ്പോൾ എന്താണ് ഈ മേഖലയിലെ ഒരു അടിമത്തത്തിൻ്റെ ആധ്യാത്മികത? ഹീബ്രു ഭാഷയിൽ അടിമ എന്ന വാക്കിന് എബദ് എന്നാണ്, ഗ്രീക്ക് ഭാഷയിൽ ദുളോസ് എന്നുമാണ്. അടിമത്തത്തിന് മാനവകുലത്തിൻ്റെ തന്നെ ചരിത്രമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം 28 വാക്യം: അപ്പോൾ കുറെ മിദിയാൻ കച്ചവടക്കാർ ആ വഴി കടന്നുപോയി. ജോസഫിൻ്റെ സഹോദരന്മാർ അവനെ കുഴിയിൽ നിന്ന് പൊക്കിയെടുത്ത് 20 വെള്ളിക്കാശിന് ഇസ്മേലിയർക്ക് വിറ്റു. അവർ അവനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. പഴയ നിയമത്തിൽ ജോസഫിനെ ഇസ്മേലിയർക്ക് അടിമയാക്കി വിൽക്കുന്ന ആ ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. പിന്നീട് നാം കാണുന്നത് ഇസ്രയേൽ ജനം ഈജിപ്തിൻ്റെ അടിമയാക്കപ്പെടുകയാണ്. ആധുനിക ലോകത്ത് നമുക്കറിയാം, വൻ ശക്തികളായിരുന്ന ബ്രിട്ടൻ, ഫ്രാൻസ്, അമേരിക്ക, പോർച്ചുഗൽ എന്നിവ മറ്റു രാജ്യങ്ങളെ അടിമകളാക്കിക്കൊണ്ട് കോളനികൾ സ്ഥാപിച്ചതും നമുക്കറിയാം. വെളുത്തവർ കറുത്തവരെ അടിമകളാക്കുന്നു, ശക്തിയുള്ളവൻ ശക്തിയില്ലാത്തവരെ അടിമയാക്കുന്നു. അപ്പം അടിമ എന്നതിൻ്റെ നിർവചനം ഇങ്ങനെയാണ്: മറ്റൊരാളുടെ അധീനതയിൽ നിർബന്ധിതമായി ദാസ്യവേല ചെയ്യുന്ന വ്യക്തിയാണ് അടിമ. അതായത് ശക്തിയുള്ളവൻ്റെ നിർബന്ധത്തിൽ ദാസ്യവേല ചെയ്യുന്ന വ്യക്തിയാണ് അടിമ. അതുകൊണ്ടാണ് നമ്മൾ ഡെലിവറൻസ് പ്രേയറിൻ്റെ സമയത്ത് യേശുവേ നിൻ്റെ നാമത്തിൽ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്, അപ്പോൾ അതിൻ്റെ ദാസ്യവേലയിൽ നിന്ന് വിടുതൽ കൊടുക്കണമേ, ശാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ കൊടുക്കണമേ, ലൈംഗിക വൈകൃതങ്ങളുടെ അടിമത്തത്തിൽ നിന്നും വിടുതൽ കൊടുക്കണമേ, സാത്താൻ്റെ അടിമത്തത്തിൽ നിന്നും വിടുതൽ കൊടുക്കണമേ. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി നാം ഇത് വിചിന്തനം ചെയ്യാൻ പോകുന്നത് സ്വയം അടിമയാകുന്ന ഒരവസ്ഥയിലേക്കാണ്. സ്വയം അടിമയാകുന്നവർ, ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ ദൈവത്തിന് സ്വയം അടിമയാകുന്ന ഇസ്രായേൽ ജനം, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്, ശാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്, സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ ദാസനാകുന്ന മനുഷ്യൻ. ഇവിടെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ അടിമയാകുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 3 അധ്യായം
ഇതാ ഇസ്രയേൽക്കാരുടെ നിലവിളി എൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു. അപ്പോൾ ദൈവത്തിൻ്റെ ദാസനാകാൻ, ദാസിയാകാൻ, ഈ ലോകത്തിലെ തിന്മകളിൽ നിന്നും വിടുതൽ പ്രാപിക്കുന്നതിന് ഇസ്രയേൽക്കാരുടെ ദൈവശാസ്ത്രം, അവർ ദൈവത്തെ കരഞ്ഞു വിളിക്കുകയാണ്. ദൈവമേ, നിന്റെ ദാസന്മാരുടെ മേൽ, നിന്റെ ദാസികളുടെ മേൽ കരുണയായിരിക്കണമേ. ഇതിനുത്തരമാണ് ദൈവം കൊടുക്കുന്നത്. ഇതാ ഇസ്രയേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. ഈജിപ്തുകാർ അവരെ എങ്ങനെയാണ് ദ്രോഹിക്കുന്നതെന്ന്, മർദ്ദിക്കുന്നതെന്ന് ഞാൻ കണ്ടു. ദൈവദാസനാകുന്നതോടെ പിന്നെ സ്വന്തം ഇഷ്ടത്തിന് പ്രാധാന്യമില്ല. പിന്നെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനും ദൈവപ്രമാണങ്ങൾക്കനുസരിച്ചുള്ളതാണ് അവൻ്റെ ജീവിതം. അപ്പം നാം സ്വയം തിരഞ്ഞെടുക്കുകയാണ് സാത്താനിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ, തിന്മകളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ. നാം സ്വയം തിരഞ്ഞെടുക്കുകയാണ് ദൈവത്തിൻ്റെ ദാസനാകാൻ, ദൈവത്തിൻ്റെ ദാസിയാകാൻ. അപ്പോൾ ദൈവത്തിൻ്റെ ദാസനാകുക, ദൈവത്തിൻ്റെ ദാസിയാകുക എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് യാതൊരു പ്രാധാന്യവുമില്ല. പിന്നീടുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. പുറപ്പാട് 20:6, എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ തിരുഹിതത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ തലമുറകൾ അതിലൂടെ, അപ്പം ഞാൻ ദൈവത്തിൻ്റെ ദാസനാകാൻ, ദൈവത്തിൻ്റെ ദാസിയാകാൻ സ്വയം തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ എൻ്റെ ആ സ്വയം തെരഞ്ഞെടുപ്പിലൂടെ വചനം നാം കേട്ടു, തലമുറകൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. അപ്പം അവൻ്റെ തലമുറകളിലുള്ള ശാപത്തിൻ്റെയും പാപത്തിൻ്റെയും രോഗത്തിൻ്റെയും ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് സ്വയം ദാസനായി ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കാൻ നോക്കുമ്പോൾ അത്ഭുതകരമായ വിടുതലാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ തിന്മകളിൽ നിന്ന്, ഈ ലോകത്തിൻ്റെ അന്ധകാര ശക്തികളിൽ നിന്ന് ഉള്ള വിടുതലാണ് നമുക്ക് ലഭിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജീവിതം തന്നെ നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 11 വരെ. അവിടെ യേശു ദൈവത്തിൻ്റെ പുത്രൻ തന്നെ സ്വയം ദാസനാകുന്നു. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച്, തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്നു. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണയുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. അപ്പം ദൈവത്തിൻ്റെ ദാസനാകുക, ദാസിയാകുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ പോലെ സ്വയം ദൈവത്തിൻ്റെ ദാസനാകുകയാണ്. തന്നെ തന്നെ താഴ്ത്തുകയാണ്, കുരിശുമരണത്തോളം എളിമപ്പെടുകയാണ്, തുറവിയുള്ളവനാകുകയാണ്. അവിടെ യേശുവിൻ്റെ ജീവിതം നാം കാണുകയാണ്. ദൈവം യേശുവിനെ അത്യധികം ഉയർത്തുകയാണ്. മരണത്തെ തോൽപ്പിച്ചുകൊണ്ട്, ഉദ്ധാനം ചെയ്തുകൊണ്ട്, സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തുകൊണ്ട്, തൻ്റെ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട്, അങ്ങനെ ലോകത്തിലെ രക്ഷാകരമായ ദൗത്യം തുടർന്നു കൊണ്ടുപോകുവാൻ തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ, ദൈവമായിരുന്നിട്ടും ദൈവത്തിൻ്റെ ദാസനെ പോലെ ജീവിച്ച യേശുക്രിസ്തുവിനെ ലോകത്തിൻ്റെ രാജാവായിട്ട് ദൈവം അത്യധികം ഉയർത്തുകയാണ്. അപ്പം ദൈവത്തിൻ്റെ ദാസനായ ക്രിസ്തുവിനെ കുറിച്ച് യെശയ്യാ ദീർഘദർശി 42-ാം അധ്യായം 1 ഇങ്ങനെ പ്രവചിക്കുന്നുണ്ട്. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ യേശുക്രിസ്തു, ഇതാ എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവൻ, ഇതാ എനിക്ക് പ്രീതിയുള്ളവൻ, ഇതാ എനിക്ക് എൻ്റെ അനുസരണയുള്ള മകൻ, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തെരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം, ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി,
അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും. അപ്പം സ്വയം ദാസനായി തീർന്നപ്പോൾ യേശുക്രിസ്തു ഈ ലോകത്തിന് നീതിയും ന്യായവും പ്രദാനം ചെയ്യുകയാണ്. ഓരോ ക്രൈസ്തവനും വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ദാസനാകാനാണ്, ദൈവത്തിൻ്റെ ദാസിയാകാനാണ്. അപ്പം അതിലൂടെ നമ്മുടെ കുടുംബങ്ങൾക്ക്, ഈ ലോകത്തിന് ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ സ്നേഹവും പങ്കുവയ്ക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവപുത്രനായിരുന്നിട്ടും ദൈവത്തിൻ്റെ ദാസനാകുന്ന ക്രിസ്തുവാണ് നമ്മുടെ മുൻപിലുള്ള നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉദാഹരണം. ഇത്ര ഉന്നതങ്ങളിലായിരുന്നിട്ടും ദ സഫറിങ് സർവൻ്റ് ഓഫ് യാവയായി, ദൈവത്തിൻ്റെ സഹനദാസനായി ഈ ലോകത്തിന് രക്ഷ കൊടുക്കാൻ, വിടുതൽ കൊടുക്കുവാൻ തന്നെ തന്നെ സമർപ്പിക്കുന്ന യേശുക്രിസ്തു ഒരു കുടുംബനാഥന്, ഒരു കുടുംബനാഥയ്ക്ക്, ഒരു പുരോഹിതന്, ഒരു സന്യാസിക്ക്, ഒരു സന്യാസിനിക്ക് സ്വയം ദാസന, ദൈവത്തിൻ്റെ ദാസനായി തീരുന്ന യേശുക്രിസ്തു നമ്മുടെ എല്ലാവരുടെയും മാതൃകയാണ്. യേശുക്രിസ്തു ദൈവത്തിൻ്റെ ദാസനാകുന്നെങ്കിൽ ദൈവത്തിന് വേണ്ടിയുള്ള ദാസ്യവേല എത്രയോ മഹനീയമാണെന്നാണ് ആ ദൈവശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു, വചനം മാംസം ധരിച്ച ക്രിസ്തു, വചനം മാംസമായി തീർന്ന ക്രിസ്തു ദൈവത്തിൻ്റെ ദാസനായെങ്കിൽ ആ യേശുക്രിസ്തുവിനെ പോലെ ദൈവത്തിൻ്റെ ദാസനാകുക എന്നത് എത്രയോ മഹനീയത നിറഞ്ഞതാണെന്ന് കത്തോലിക്ക ദൈവശാസ്ത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 43 മുതൽ 44 വരെ യേശുക്രിസ്തുവിൻ്റെ മനോഭാവം, യേശുക്രിസ്തുവിൻ്റെ ജീവിത ശൈലിയുടെ മനോഭാവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വചനം പറയുകയാണ്, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനാകണം. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനാകണം. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതശൈലി, ഒരു ക്രിസ്ത്യൻ ആധ്യാത്മികതയുടെ ജീവിതശൈലി എന്ന് പറയുന്നത് സ്വയം ദാസനായി തീരലാണ്. നന്മയുണ്ടാകാൻ, ഫലം പുറപ്പെടുവിക്കുവാൻ. നമുക്കറിയാം, തങ്കം തിളങ്ങണമെങ്കിൽ അത് തീയിലിട്ടൂതണം. വസ്ത്രം വെളുക്കണമെന്നുണ്ടെങ്കിൽ അത് കല്ലിൽ തല്ലണം. ഈ കനകവും കമ്പിയും വസ്ത്രവുമൊക്കെ മൂകമന്ത്രിക്കുന്നത് വ്യക്തിത്വ ശ്രേഷ്ഠതയ്ക്കുള്ള ഒരു മന്ത്രമാണ്. തിളങ്ങണമെന്നുണ്ടെങ്കിൽ, ഉയരണമെന്നുണ്ടെങ്കിൽ നാം യേശുക്രിസ്തുവിനെ പോലെ ഒന്ന് കുരിശിൽ തൂങ്ങി യേശു മരിച്ചതുപോലെ നാം സ്വയം സമർപ്പിക്കണം. അതാണ് ഈശോ ഈ വചനത്തിലൂടെ പറയുന്നത്. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ മറ്റുള്ളവരുടെ ദാസനാകണം. ഒരപ്പൻ കുടുംബത്തിന് വേണ്ടി സ്വയം തകരുന്നത് പോലെ തൻ്റെ ആരോഗ്യം, തൻ്റെ പണം, തൻ്റെ ചിന്തകൾ, ഒരമ്മ തൻ്റെ ആരോഗ്യമൊന്നും പരിഗണിക്കാതെ മറ്റുള്ളവരുടെ ശുശ്രൂഷയാകുന്നത് പോലെ സ്വയം അവർ ആത്മസമർപ്പണം ചെയ്യുമ്പോഴാണ് ഒരു കുടുംബത്തിന് സന്തോഷവും ഐശ്വര്യവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ലഭിക്കുന്നത്. അപ്പോൾ അടിമ വയ്ക്കുന്ന ശുശ്രൂഷയിൽ തന്നെ ഞാൻ ആരംഭത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. അർത്തിങ്കലിലെ വെളുത്തച്ഛന് അടിമ വയ്ക്കൽ ശുശ്രൂഷ, മാഹിയിലെ അമ്മ ത്രേസ്യയ്ക്ക് അടിമ വയ്ക്കുന്ന ശുശ്രൂഷ, വിശുദ്ധ അന്തോനീസിന് അടിമ വയ്ക്കുന്ന ശുശ്രൂഷ. ഇങ്ങനെ ഈ ശുശ്രൂഷയിൽ വൈദികൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ദാസനായിരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ കാഴ്ചവെക്കുന്ന ഈ മകനെ, ഈ മകളെ അങ്ങയുടെ മാതൃക അനുസരിച്ച് പരിശുദ്ധമായി ജീവിക്കാൻ ഇവളെ സഹായിക്കണമേ. അപ്പം യേശുക്രിസ്തു സ്വയം ദാസനായി തീർന്നതുപോലെ നാം ഓരോരുത്തരും അതേ ദൈവശാസ്ത്രം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ അതേ ജീവിത ശൈലി അനുസരിച്ച് മറ്റുള്ളവർക്ക് ശുശ്രൂഷകനായി, മറ്റുള്ളവർക്ക് വേണ്ടി തകർക്കപ്പെട്ട്, മറ്റുള്ളവർക്ക് വേണ്ടി ഇല്ലാതായി തീർന്നുകൊണ്ട്, സ്വയം ദാസനായി തീർന്നുകൊണ്ട് മറ്റുള്ളവർക്ക് ഐശ്വര്യവും സമാധാനവും ഉയർച്ചയും കൊടുക്കുമ്പോഴാണ് ദൈവം യേശുക്രിസ്തുവിനെ അത്യധികം ഉയർത്തിയതുപോലെ നമ്മെ ഓരോരുത്തരെയും
ദൈവം ഉയർത്തുകയും വിശുദ്ധന്മാരോടൊപ്പം ചേർന്ന് മാലാഖമാരോടൊപ്പം ചേർന്ന് ഒരിക്കൽ പരിശുദ്ധൻ 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 എന്ന് ദൈവത്തെ ഉദ്ഘോഷിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന് നന്ദി പറയുവാൻ, ഹല്ലേലൂയ സ്തോത്രം പറയുവാൻ നാം വിളിക്കപ്പെടും. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് സന്നിഹിതരാകാനുള്ള വലിയ ഭാഗ്യമാണ് നമുക്കിതിലൂടെ ലഭിക്കുക. ദൈവത്തിൻ്റെ ദാസനാകുമ്പോൾ മറ്റ് അടിമത്തത്തിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടുകയാണ്. ഞാൻ യേശുക്രിസ്തുവിൻ്റെ ദാസനാകുമ്പോൾ പിന്നീട് ഞാൻ പാപത്തിൻ്റെ ദാസനല്ല, പാപത്തിൻ്റെ അടിമയല്ല, പിന്നീട് ഞാൻ രോഗത്തിൻ്റെ അടിമയല്ല, ശാപത്തിൻ്റെ അടിമയല്ല, ജോലിയുടെ അടിമയല്ല. യേശുക്രിസ്തുവിൻ്റെ ദാസനാകുമ്പോൾ ഞാൻ ഒരു ശുശ്രൂഷകനാകുകയാണ്. ദൈവത്തിന് വേണ്ടി ലോകത്തെ നവീകരിക്കുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപകരണമായി മാറുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 6-ാം വാക്യം, നിങ്ങൾ അനുസരണയുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവൻ്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒന്നെങ്കിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിൻ്റെ അടിമ. അപ്പം നാം ഇന്ന് വിചിന്തനം ചെയ്യണം, ഏതു തരം അടിമത്തമാണ് നമുക്ക് വേണ്ടത്? പാപത്തിൻ്റെ അടിമത്തമാണോ? സാത്താൻ്റെ അടിമത്തമാണോ? അതോ ദൈവത്തിൻ്റെ അനുസരണയിലൂടെ, ദൈവത്തിൻ്റെ നിയമങ്ങൾ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അനുസരണത്തിലൂടെ നീതിയുടെയും ത്യാഗത്തിൻ്റെയും കരുണയുടെയും ദാസനായി തീരലാണോ? അപ്പോൾ ദൈവത്തിൻ്റെ ദാസനാകുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റ് തിന്മകളിൽ നിന്നുള്ള വലിയ വിടുതലും ആ ദാസ്യത്തിൽ നിന്നുള്ള അത്ഭുതകരമായ വിടുതലാണ് നമുക്ക് ലഭിക്കുന്നത്. ക്രിസ്തുവിന് വേണ്ടി അടിമയാകുന്ന പൗലോസ്, വിശുദ്ധ പൗലോസ് ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 13 മുതൽ 15 വരെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിന് വേണ്ടിയാണ് ബന്ധനസ്ഥനായിരിക്കുന്നത്. ഞാൻ ബന്ധനസ്ഥനാകേണ്ടത് ക്രിസ്തുവിന് വേണ്ടിയാണ്, ക്രിസ്തുവിൻ്റെ നിയമങ്ങൾക്ക് വേണ്ടിയാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് വേണ്ടിയാണ്, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടിയാണ്, എൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയാണ്. അപ്പം ഞാൻ ക്രിസ്തുവിൻ്റെ അടിമയാകുന്നത് എൻ്റെ കുടുംബം രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ്. ഞാൻ മദ്യത്തിന് അടിമയാകുമ്പോൾ, ഞാൻ മയക്കുമരുന്നിന് അടിമയാകുമ്പോൾ എൻ്റെ കുടുംബം അന്ധകാരത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും നിരാശയുടെയും അടിമത്തത്തിലാണ്. ഇതാ പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, എൻ്റെ ബന്ധനം നിമിത്തം കർത്താവിൽ ആത്മധൈര്യം പാലിച്ചതുകൊണ്ട് ഭയം കൂടാതെ ദൈവവചനം പ്രസംഗിക്കാൻ നാം ശക്തി പ്രാപിക്കുന്നു. അപ്പം ക്രിസ്തുവുമായിട്ടുള്ള ഒരു ബന്ധം, ക്രിസ്തുവുമായിട്ടുള്ള ആ ബന്ധമെന്ന് പറയുന്നത് പൗലോസ്ലീഹയുടേത് വളരെ പോസിറ്റീവാണ്. പൗലോസിന് പോസിറ്റീവ് എനർജി കിട്ടുകയാണ് തന്നെ യേശുവിൻ്റെ അടിമയാക്കുന്നതിലൂടെ. അതുകൊണ്ടാണ് തീഷ്ണതയോടെ വചനത്തിന് സാക്ഷ്യം വഹിക്കാനും വചനം പ്രസംഗിക്കുവാനും വിശുദ്ധ പൗലോസിന് സാധിക്കുന്നത്. ഞാൻ യേശുവിൻ്റെ ദാസനാകുമ്പോൾ എൻ്റെ ജനം കൂടുതൽ തീഷ്ണതയുള്ളതാകും. ഒരു പുരോഹിതൻ, ഒരു ഇടവക വികാരി യേശുക്രിസ്തുവിൻ്റെ ദാസനാകുമ്പോൾ അവൻ്റെ ജനം, ആ വൈദികൻ്റെ ജനം കൂടുതൽ തീഷ്ണതയുള്ളവരായി തീരും. യേശുവിന് വേണ്ടി ദാഹിക്കും, കൂദാശകൾക്ക് വേണ്ടി ദാഹിക്കും, പൗരോഹിത്യത്തിൻ്റെ അധികാരം ബലം പ്രാപിക്കും. അങ്ങനെ ലോകത്തിനു വേണ്ടിയും തൻ്റെ ജനത്തിനു വേണ്ടിയും ബലിയർപ്പിക്കുവാൻ ഒരു വൈദികനെ ബലപ്പെടുത്തുന്നത് ആ വൈദികൻ തന്നെ ക്രിസ്തുവിൻ്റെ ദാസനായി, ശുശ്രൂഷകനായി തന്നെ സമർപ്പിക്കുമ്പോഴാണ്. യേശു തന്നെ ദാസനായി ചിത്രീകരിക്കുന്നു, തന്നെ ദാസനായിട്ട്. അന്ത്യത്താഴ വേളയിൽ യോഹന്നാൻ 13:1 മുതൽ 20 വരെ സ്വയം ദാസനായിട്ട് തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന ഈശോ, ഓരോ കുടുംബനാഥനും ഓരോ കുടുംബനാഥയും ഈ ലോകത്ത് യേശുക്രിസ്തുവിൻ്റെ മാതൃക അനുസരിക്കുന്ന ഓരോ ശുശ്രൂഷകനും പുരോഹിതനും സിസ്റ്ററും എല്ലാം
ഉൾക്കൊള്ളേണ്ട ഒരു മനോഭാവമാണ് യേശുവിൻ്റെ ദാസൻ്റെ മനോഭാവം. തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന യേശു ഈ ലോകത്തെല്ലാം വെട്ടിപ്പിടിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നവർക്ക് ലഭിക്കാത്ത വലിയ സമാധാനമാണ്, സന്തോഷമാണ് യേശുവിൻ്റെ ദാസ്യത്തിലൂടെ ലഭിക്കുന്നത്. ശുശ്രൂഷിക്കപ്പെടാനല്ല, മറിച്ച് ശുശ്രൂഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതാണ് യേശുക്രിസ്തു സ്വയം പിതാവായ ദൈവത്തിൻ്റെ ദാസനായി തീർന്നതിൻ്റെ അർത്ഥം. ശുശ്രൂഷിക്കാനല്ല, ശുശ്രൂഷിക്കപ്പെടാനല്ല, മറിച്ച് ശുശ്രൂഷിക്കാൻ, നൊമ്പരങ്ങളൊപ്പാൻ, വേദനകൾ ഏറ്റെടുക്കാൻ, രോഗങ്ങൾ ഏറ്റെടുക്കാൻ, മുറിവുകൾ ഏറ്റെടുക്കാൻ. അപ്പോൾ അവൻ്റെ മുറിവുകളാൽ നമ്മുടെ മുറിവുകൾ സുഖപ്പെടാൻ കാരണം യേശുക്രിസ്തു നമ്മുടെ രോഗങ്ങളും വേദനകളും സങ്കടങ്ങളും സ്വയം ഏറ്റെടുത്തത് കൊണ്ടാണ്. മർക്കോസ് 10:45 പഠിപ്പിക്കുന്നു, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി ദാനം ചെയ്യുവാനാണ്. ഒരു ക്രിസ്ത്യാനിയുടെ വിളിയാണത്, ഒരു പുരോഹിതൻ്റെ വിളിയാണത്, ഒരു സമർപ്പിതൻ്റെ വിളിയാണത്. മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുന്ന, സ്വന്തം ജീവൻ ബലി കൊടുക്കുന്ന ഒരു വിളി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ ദാസനെന്ന് സ്വയം വിളിക്കുന്ന പൗലോസ്ലീഹ നമ്മുടെ മാതൃകയാണ്. യേശുക്രിസ്തുവിൻ്റെ ദാസനും അപ്പോസ്തലനുമായിരിക്കാൻ വിളിക്കപ്പെട്ടവനും ദൈവത്തിൻ്റെ സുവിശേഷത്തിനായി പ്രത്യേകം നിയോഗിക്കപ്പെട്ടവനുമായ ദാസനാണ് ഞാനെന്ന് വിശുദ്ധ പൗലോസ് തന്നെ മറ്റുള്ളവരുടെ മുൻപിൽ വെളിപ്പെടുത്തുകയാണ്. ഓരോ ക്രിസ്ത്യാനിയുടെയും ദൈവവിളി യേശുക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുക. യേശുക്രിസ്തുവിൻ്റെ ദാസനാകുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ലോകത്തിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള വിടുതലാണ്. നമുക്ക് അല്പനേരം പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, കണ്ണുകളെല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കുക. യേശുക്രിസ്തുവേ, നിൻ്റെ നാമത്തിൽ നിൻ്റെ ദാസനായി തീരുമ്പോൾ, നിനക്ക് ഞങ്ങൾ അടിമ വയ്ക്കുമ്പോൾ നിൻ്റെ ശക്തി കൊണ്ട് ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുടെ അടിമത്തങ്ങളുണ്ടെങ്കിൽ, മദ്യത്തിൻ്റെ അടിമത്തമുണ്ടെങ്കിൽ, മയക്കുമരുന്നിൻ്റെ അടിമത്തമുണ്ടെങ്കിൽ, പാപത്തിൻ്റെ അടിമത്തമുണ്ടെങ്കിൽ, ലൈംഗിക അരാജകത്വങ്ങളുടെ അടിമത്തമുണ്ടെങ്കിൽ, യേശുവേ, നിൻ്റെ നാമത്തിൽ ഇപ്പോൾ അവ വിട്ടുപോകട്ടെ. ഞങ്ങളുടെ കുടുംബത്തെ നിൻ്റെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. നിൻ്റെ ദാസനാകുവാൻ, നിൻ്റെ ദാസിയാകുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. ആ വിളിയുടെ യോഗ്യത അനുസരിച്ച് മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ, ഞങ്ങളുടെ കുടുംബത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ കുടുംബങ്ങളെയും സംരക്ഷിക്കണമേ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.